ലോക സാമ്പത്തിക ക്രമത്തിൽ ഇന്ത്യ ഒരു വൻ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. എന്നാൽ അതിന്റെ ഏറ്റവും പുതിയ തെളിവ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കഴിഞ്ഞ ദിവസം ഇന്ത്യയും UAE തമ്മിൽ ഒപ്പുവെച്ച $3 ബില്യൺ ആ വമ്പൻ കരാറാണ്. എന്താണ് ഈ കരാർ? ഇത് ഇന്ത്യയുടെ ഊർജ മേഖലയിലും സാധാരണക്കാരന്റെ ജീവിതത്തിലും എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്രം എങ്ങനെയാണ് ഇന്ത്യയെ ഒരു ഗ്ലോബൽ പവർ ഹൗസ് ആക്കി മാറ്റുന്നത്? നമുക്ക് വിശദമായി തന്നെ നോക്കാം. ആദ്യം തന്നെ ഈ വമ്പൻ കരാറിനെ കുറിച്ച് നമുക്ക് നോക്കാം. അബുദാബിയിലെ പൊതുമേഖലാ എണ്ണ കമ്പനിയായ അഡ്നോക്കും ഇന്ത്യയുടെ എണ്ണ കമ്പനിയായ ഹിന്ദുസ്ഥാൻ പെട്രോളിയവും തമ്മിലാണ് ഈ ധാരണ. $3 ബില്യൺ മൂല്യമുള്ള ഈ കരാർ പ്രകാരം 2028 മുതൽ അടുത്ത 10 വർഷത്തേക്ക് ഇന്ത്യക്ക് ആവശ്യമായ LNG UAE നൽകും. ഇതൊരു ചെറിയ കാര്യമല്ല. ഇന്ത്യ ഇന്ന് UAEയുടെ ഏറ്റവും വലിയ LNG ഉപഭോക്താവായി മാറിയിരിക്കുകയാണ്. 2029 അവരുടെ ആകെ വിൽപ്പനയുടെ 20% ഇന്ത്യയിലേക്കായിരിക്കും വരുന്നത്. ഇന്ധനവില ആഗോളതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഈ സമയത്ത് അടുത്ത 10 വർഷത്തേക്ക് ഇത്തരം ഒരു സുരക്ഷിതമായ കരാർ ഉറപ്പാക്കാൻ കഴിഞ്ഞത് ഇന്ത്യയുടെ വലിയൊരു വിജയമാണ്. അടുത്തതായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിലെ പുതിയ ലക്ഷ്യങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. 2032 ആകുമ്പോഴേക്കും ഇന്ത്യയും UAEയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $200 ബില്യൺ ആയി ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത്. നിലവിൽ ഇത് $100 ബില്യൺ ആണ്. എന്തിനാണ് ഇന്ത്യ ഇപ്പോൾ UAEയുമായി ഇത്രയധികം അടുക്കുന്നത്? അതിന് പിന്നിൽ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ട്. അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഏർപ്പെടുത്തിയപ്പോൾ നമ്മുടെ കയറ്റുമതിയെ ബാധിക്കാതെ നോക്കാൻ ഒമാൻ, ന്യൂസിലൻഡ്, UK തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്ന് ഇന്ത്യ പുതിയ വിപണികൾ കണ്ടെത്തുകയാണ്. ഇതിന്റെ ഭാഗമായാണ് UAEയുമായുള്ള ഈ ചരിത്രപരമായ നീക്കം. 3.5 ദശലക്ഷം പ്രവാസികൾ ജോലി ചെയ്യുന്ന UAE ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ വ്യാപാര പങ്കാളിയായി ഇന്ന് മാറിയിരിക്കുന്നു. ഇനി ഊർജ രംഗം മാറ്റിവെച്ച മറ്റു മേഖലകളിൽ ഇന്ത്യ എന്തൊക്കെയാണ് മുന്നേറുന്നതെന്ന് നോക്കാം. ലോകത്തെ 11ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ വെറും 10 വർഷം കൊണ്ട് 3ാം സ്ഥാനത്തെത്തിക്കാൻ മോദി സർക്കാരിന് സാധിച്ചു. ഇന്ന് ഇന്ത്യയിലെ ഒരു തട്ടുകടയിൽ പോലും QR കോഡ് ഉപയോഗിച്ച് പണം നൽകാം. UPI എന്ന ഈ വിപ്ലവം ഇന്ന് സിംഗപ്പൂർ മുതൽ UAE വരെ ലോക രാജ്യങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഒരു കാലത്ത് ആയുധങ്ങൾക്കായി ലോകത്തിന് മുന്നിൽ കൈനീട്ടിയിരുന്ന ഇന്ത്യ ഇന്ന് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി മാറിയിരിക്കുകയാണ്. ബ്രഹ്മോസ് മിസൈലുകൾ വരെ ഇന്ന് വിദേശ രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങുകയാണ്. ദിവസേന നിർമ്മിക്കപ്പെടുന്ന ഹൈവേകളുടെ എണ്ണം നോക്കൂ, വന്ദേ ഭാരത് ട്രെയിനുകൾ നോക്കൂ, ഇന്ത്യയുടെ മുഖച്ഛായ തന്നെ മാറുകയാണ്. എന്തുകൊണ്ടാണ് ലോക നേതാക്കൾ ഇന്ത്യയെ ഇത്രയധികം ബഹുമാനിക്കുന്നത്? നമുക്കത് പരിശോധിക്കാം. റഷ്യ-യുക്രൈൻ യുദ്ധമായാലും മറ്റ് ആഗോള പ്രശ്നങ്ങളായാലും സമാധാനത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ ഇന്ത്യക്ക് കഴിയുന്നു. G20 ഉച്ചകോടി വിജയകരമായി നടത്തിക്കൊണ്ട് ഇന്ത്യ തന്റെ നയതന്ത്ര കരുത്ത് തെളിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റു ലോക നേതാക്കളും തമ്മിലുള്ള വ്യക്തിപരമായ സൗഹൃദം ഇന്ത്യയുടെ വിദേശ നയത്തെ വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട്. ആഗോള വിപണിയിൽ എണ്ണവില കൂടുമ്പോൾ ഇന്ത്യയിലെ സാധാരണക്കാരെ അത് ബാധിക്കാതെ നോക്കാൻ ഇത്തരം ദീർഘകാല കരാറുകൾ സഹായിക്കും. ഒരു വശത്ത് ഗ്യാസ് കരാറുകൾ നടത്തുമ്പോൾ തന്നെ ലോകത്തെ ഏറ്റവും വലിയ സോളാർ പാർക്കുകൾ ഇന്ത്യയിൽ ഉയരുകയാണ്. ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് ഗ്രീൻ എഞ്ചിനിലേക്കുള്ള മാറ്റത്തിൽ ഇന്ത്യ ഇന്ന് ലോകത്തിന് മാതൃകയാവുകയാണ്. സൗരോർജ ഉൽപാദനത്തിൽ നമ്മൾ ലോകത്ത് 4ാം സ്ഥാനത്താണെന്നത് അഭിമാനകരമായ കാര്യമാണ്. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. 10 വർഷം മുമ്പ് ലോകത്തെ 10ാമത്തെ സാമ്പത്തിക ശക്തിയായിരുന്ന ഇന്ത്യ ഇന്ന് 3ാം സ്ഥാനത്താണ്. ബ്രിട്ടനെ പോലെയുള്ള രാജ്യങ്ങളെ നമ്മൾ പിന്നിലാക്കി. ഒരു രാജ്യം ഒരു നികുതി എന്ന നയം നടപ്പിലാക്കിയതോടെ ഇന്ത്യയിലെ നികുതി പിരിവ് റെക്കോർഡ് വേഗതയിലാണ്. ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരം ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ്. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ എത്രത്തോളം സുരക്ഷിതമാണെന്ന് കാണിക്കുന്നു. UAEയുമായുള്ള വ്യാപാരം 2032 $200 ബില്യൺ ആക്കി ഉയർത്തുന്നതോടെ വിദേശ നിക്ഷേപങ്ങളുടെ പെരുമഴ തന്നെ ഇന്ത്യയിലേക്ക് ഉണ്ടാകാൻ പോകുകയാണ്. UAEയുമായി ഇന്ത്യ ഇത്രയധികം അടുക്കുന്നതിന്റെ മറ്റൊരു വലിയ നേട്ടം നമ്മുടെ പ്രവാസികൾക്കാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. UAEയിൽ ജോലി ചെയ്യുന്ന 35 ലക്ഷത്തിലധികം ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഈ സൗഹൃദം വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ഇന്ത്യയും UAEയും തമ്മിലുള്ള വ്യാപാരം $200 മില്യൺ എത്തുമ്പോൾ ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. IT നിർമ്മാണം, ലോജിസ്റ്റിക് തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യൻ യുവാക്കൾക്ക് UAEയിൽ കൂടുതൽ മുൻഗണന ലഭിക്കാൻ ഈ കരാറുകൾ വഴി തുറക്കുകയാണ്. നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഇത്തരം ആഗോള പങ്കാളിത്തങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഇന്ന് ഇന്ത്യയുടെ വളർച്ചയെ ലോകം പുകഴ്ത്തുകയാണ്. അത് വെറുതെയല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ ലഭിക്കുന്ന സ്വീകരണം ഇന്ത്യയുടെ ഓരോ പൗരനും ലഭിക്കുന്ന ബഹുമതിയാണ്.
ഇന്ത്യ ഫസ്റ്റ് എന്ന നയത്തിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ ഒട്ടും ബലികഴിക്കാതെയാണ് ഓരോ കരാറുകളും ഒപ്പിടുന്നത്. UAE-യിൽ ഒരു ഹിന്ദു ക്ഷേത്രം നിർമ്മിക്കാൻ അനുവാദം ലഭിച്ചതും അവിടെ ഇന്ത്യൻ കറൻസിയിൽ ഇടപാട് നടത്താൻ സാധിക്കുന്നതും ഭാരതത്തിന്റെ സാംസ്കാരികവും സാമ്പത്തികവുമായ വിജയം തന്നെയാണ്. മറ്റൊരു സുപ്രധാന മേഖല പ്രതിരോധത്തെ കുറിച്ചാണ്. മുമ്പ് ആയുധങ്ങൾക്കായി റഷ്യയോ അമേരിക്കയോ മാത്രം ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് ആത്മനിർഭർ ഭാരതം പദ്ധതിയിലൂടെ സ്വന്തമായി വിമാനവാഹിനികളും മിസൈലുകളും നിർമ്മിക്കുന്നു. തേജസ് വിമാനങ്ങളും ബ്രഹ്മോസ് മിസൈലുകളും ഇന്ന് ലോക വിപണിയിൽ ഡിമാൻഡുള്ള ഉൽപ്പന്നങ്ങളാണ്. ലോക ഭൂപടത്തിൽ ഇന്ന് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും UAE-യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിലുള്ള സൗഹൃദം വെറുമൊരു ഔദ്യോഗിക ബന്ധമല്ല, അതൊരു സഹോദര ബന്ധമാണ്. ഈ ബന്ധത്തിന്റെ ഏറ്റവും പുതിയ മധുരഫലമാണ് നമ്മൾ കണ്ട $3 ബില്യൺ LNG കരാർ. ലോകരാജ്യങ്ങൾ പരസ്പരം സംശയത്തോടെ നോക്കുമ്പോൾ ഇന്ത്യയും UAE-യും പരസ്പര വിശ്വാസത്തിന്റെ പുതിയ ചരിത്രം എഴുതുകയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ്: ഈ $3 ബില്യൺ കരാർ വെറും ഒരു കടലാസിൽ ഒപ്പിടലല്ല, അത് ഒരു പുതിയ ഭാരതത്തിന്റെ ആത്മവിശ്വാസമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തിന്റെ ഒരു വശത്ത് വൻ ശക്തികൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നു, മറുവശത്ത് വലിയ രാജ്യങ്ങൾ സാമ്പത്തിക തകർച്ച നേരിടുന്നു. അവിടെയാണ് ഇന്ത്യ എന്ന മഹാശക്തി ഒരു കൈയിൽ US-നെയും മറുകൈയിൽ റഷ്യയും ചേർത്ത് പിടിച്ച് ഗൾഫ് രാജ്യങ്ങളുമായി സഹോദര ബന്ധം സ്ഥാപിച്ച് സ്വന്തം വഴി വെട്ടിത്തെളിയിക്കുന്നത്. ഇത് നരേന്ദ്രമോദിയുടെ പുതിയ ഇന്ത്യയാണ്. ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് ആരുടെയെങ്കിലും ഭീഷണിക്ക് വഴങ്ങിയല്ല, മറിച്ച് 140 കോടി ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. UAE-യുമായുള്ള ഈ ബന്ധം ഒരു തുടക്കം മാത്രമാണ്. 2032-ൽ നമ്മൾ $200 ബില്യൺ വ്യാപാര ലക്ഷ്യം കാണുമ്പോൾ അത് നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് യുവാക്കൾക്കുള്ള തൊഴിലവസരമായി മാറുകയാണ്. നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ ഗ്യാസ് സ്റ്റൗ കത്തുമ്പോൾ, നമ്മുടെ കൃഷിയിടങ്ങളിൽ വളം എത്തുമ്പോൾ, നമ്മുടെ പ്രവാസികൾ വിദേശ മണ്ണിൽ തലയുയർത്തി നിൽക്കുമ്പോൾ അവിടെയൊക്കെ വിജയിക്കുന്നത് ഭാരതത്തിന്റെ കൃത്യമായ പ്ലാനിംഗ് ആണ്. പലരും ചോദിക്കുന്നുണ്ട്, ഇന്ത്യ വിശ്വഗുരു ആകുമോ എന്ന്. എനിക്ക് പറയാനുള്ളത്, ഇന്ത്യ ആ പദവിയിലേക്ക് നടന്നു കയറി കഴിഞ്ഞു എന്നാണ്. ഡിജിറ്റൽ വിപ്ലവത്തിലൂടെ നമ്മൾ ലോകത്തെ ഞെട്ടിച്ചു. ബഹിരാകാശത്ത് നമ്മൾ കൊടിനാട്ടി. ഇനി ഊർജ്ജ രംഗത്തും സാമ്പത്തിക രംഗത്തും ഭാരതം ലോകത്തെ നയിക്കും. ഇന്ന് ലോകം ഇന്ത്യയെ ഉറ്റുനോക്കുന്നത് ഒരു വിപണിയായല്ല, മറിച്ച് ലോകത്തെ രക്ഷിക്കാൻ കെൽപ്പുള്ള ഒരു ശക്തിയായാണ്. ഈ കുതിപ്പിൽ ഓരോ ഭാരതീയനും അഭിമാനിക്കാം. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.